സായി അപ്പൊ പെട്ടെന്ന് പണപ്പെട്ടി എടുത്തല്ലോ. അപ്പൊ ഋഷിയും അഭിഷേകും അത് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോ ഋഷി പറയുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്ന ഒട്ടും പ്രതീക്ഷയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ടൈം കിട്ടും, അത് മാത്രമല്ല വേറൊരു എമൗണ്ട് വരുമ്പോ ഋഷിക്ക് അത് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഋഷി സംസാരിക്കുന്നത്. ഋഷി അഭിഷേകും ഇരുന്ന് സംസാരിച്ചപ്പോ ചിലപ്പോൾ സായിക്ക് തോന്നിയിട്ടുണ്ടാവും ഋഷി എടുത്താലോ എന്നുള്ളത്. സായിക്ക് അതൊരു ഗെയിം ഉണ്ടായിരുന്നു, സായി അങ്ങനെ എടുത്തു. അപ്പൊ ഋഷി പറയുന്നുണ്ട് ഇപ്പൊ ഞാനത് ചെന്ന് പറഞ്ഞാലും അവൻ സ്റ്റെപ്പ് ബാക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, സായി മാറാനൊന്നും പോകുന്നില്ല. സായി അവിടെ ഒരു ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം എടുത്തു എന്നും അത് രജിസ്റ്റർ ആവണം എന്നൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. ആ ഒരു ഗെയിമാണ് പുള്ളി കളിച്ചത്, കുറച്ച് സമയം തരും എന്നൊക്കെ ഉള്ള രീതിയിൽ വിചാരിച്ചിരുന്നു ഋഷി. അഭിഷേക് ഋഷിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് ഇടിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അഭിഷേകിന്റെ ഒരു ഗെയിമും കാണും അതിൽ, കാരണം ഋഷി പോയി കഴിഞ്ഞാൽ ആ ഓട്ട് അഭിഷേകിന്റെയിലേക്ക് വരുന്ന ഒരു ഓട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഗെയിം അഭിഷേകിനും കാണും. പക്ഷെ ഋഷി അഭിഷേകിനെ വിശ്വസിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അഭിഷേക് നല്ലൊരു രീതിയിൽ തന്നെ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു എന്നുള്ളതാണ് ഋഷി വിചാരിച്ചിരിക്കുന്നത്. അത് അഭിഷേകിന്റെ ഗെയിമാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്?